DY ചന്ദ്രചൂഡ് പറയാണ്. 1991 നിയമം, ഞാൻ അതിന്റെയും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കുറെ പറയാനുണ്ടാവും. 1991 പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് അത് നിലവിലുള്ള ക്ഷേത്രങ്ങൾക്ക്, നിലവിലുള്ള ദേവാലയങ്ങൾക്ക് ബാധകമാകില്ല എന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 10ഓളം പള്ളികൾക്ക് അടിയിലേക്ക് ക്യാമറ പോകുന്ന അവസ്ഥ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ക്യാമറ പോയിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. കാരണം ബാബറി മസ്ജിദിന്റെ അടിയിലും ഇതേ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ക്യാമറ പോയതാണ്. ആർക്കിയോളജിക്കൽ സർവേ ഖണ്ഡിതമായി കണ്ടിട്ടില്ല. ബാബറി മസ്ജിദിന്റെ താഴെ ഒരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന്. ബാബറി മസ്ജിദിന്റെ താഴെ ഉണ്ടായിട്ടുള്ള സ്ട്രക്ചർ ജൈനമതത്തിൻ്റെതാകാം, ബുദ്ധമതത്തിൻ്റെതാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കെട്ടിടത്തിൻ്റെതാകാം, അല്ലെങ്കിൽ ബാബറി മസ്ജിദ് എന്ന ആ പള്ളിയുടെ തന്നെ ഭാഗമാകാം. സുപ്രീം കോടതി കണ്ണടച്ചു അവിടെ. എനിക്ക് വിമർശിക്കാം സുപ്രീം കോടതിയെ. ഈ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് പിഴവ് പറ്റിയാൽ അത് തെറ്റാണ് എന്ന് പറയാൻ നമ്മൾ തയ്യാറാകണം. പൗരന്മാർ ജീർണതയൊക്കെ അങ്ങനെയല്ലേ പുറത്തു വന്നത്. പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സുധാകരൻ മൈക്ക് അങ്ങോട്ട് വലിക്കുന്നു, VD സതീശൻ മൈക്ക് ഇങ്ങോട്ട് വലിക്കുന്നു, അങ്ങോട്ട് വലിക്കുന്നു, ഇങ്ങോട്ട് വലിക്കുന്നു. ഒരു ഘട്ടത്തിലെ VD സതീശൻ എല്ലാ മൈക്കും ഒന്ന് ദൂരെ വലിച്ചെറിഞ്ഞിട്ട് സുധാകരൻ കൊടുത്തിട്ട് എന്നാ പിന്നെ നിങ്ങൾ പറ എന്ന് പറയാണ്. എന്താണെന്നറിയാമോ, പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടി നേതാവും വേറൊരു പാർട്ടി നേതാവും തമ്മിലുള്ള മത്സരം, പാർലമെന്ററി പാർട്ടി നേതാവും KPC പ്രസിഡന്റും തമ്മിലുള്ള മത്സരം. നാണം വേണ്ടോ? അപ്പോൾ സുധാകരനോട് ഒരു ചോദ്യം, ഒരു മാധ്യമപ്രവർത്തക, ഇംഗ്ലീഷ് മാധ്യമപ്രവർത്തക, സുധാകരന് വയസ്സായല്ലോ പാവം, സുധാകരൻ കേട്ടില്ല, ഒരു നീണ്ട ഇംഗ്ലീഷ് ചോദ്യം. സുധാകരൻ ആ ചോദ്യത്തിന്റെ ട്രാൻസ്ലേഷന് വേണ്ടി VD സതീശന്റെ മുഖത്തേക്കൊക്കെ പ്രസിഡന്റിനോടാണ്, പ്രസിഡന്റ് എന്ന് വെച്ചാൽ തർജ്ജമ ചെയ്ത് കൊടുക്കില്ല എന്നാണ്. സ്പർദ്ധയാണെന്നേ, പരസ്പര വിശ്വാസക്കുറവ്, നാണക്കേട്. അടുത്ത ഘട്ടം, സുധാകരൻ ഇങ്ങനെ പത്രസമ്മേളനത്തിന് കാത്തിക്കുന്നു. വനിതാ നേതാക്കളുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും. ക്യാമറ പ്രവർത്തിക്കുന്നു, മൈക്കുണ്ട്. സുധാകരൻ ചോദിക്കുന്നു VD സതീശൻ എവിടെ ചോദിക്കുന്നു, VD സതീശൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ VD സതീശൻ വന്നിട്ടില്ല എന്ന് കേൾക്കുന്നു. ഉടനെ സുധാകരൻ മാകൂട്ടിയ ഒരു പ്രയോഗം, പാർലമെന്ററി പാർട്ടി നേതാവിനെ KPCC പ്രസിഡന്റ് ക്യാമറയ്ക്ക് മുമ്പില്, മൈക്കിന് മുമ്പില് മാകൂട്ടിയിട്ടാണ് വിളിക്കുന്നതെങ്കിൽ അവര് കർട്ടന് മുമ്പിൽ എന്തായിരിക്കും വിളിക്കുന്നത്? സമ്മേളനം ചർച്ചയില്ലല്ലോ, ഒരു മാധ്യമവും ചർച്ചയില്ല. ഒരു മാധ്യമം 2 or 3 ഇടങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സമ്മതിക്കുന്നു, ഒരു സംശയമില്ല കാര്യത്തില്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ ഞാൻ സാധൂകരിച്ചു പറയുന്നു. ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ 2 or 3 ഇടങ്ങളിൽ ചെറിയ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കതിന് വേണ്ടിയിട്ടാണ്, ഞാൻ പഠിച്ചു വെച്ച കണക്കാ. എന്താണെന്നറിയോ, ബ്രാഞ്ചുകളുടെ എണ്ണം 38,426, 2,444, 210, 14, 1. ഇത്രയും സമ്മേളനങ്ങൾ നടക്കുമ്പോൾ 2 or 3 ഇടങ്ങളിലെ ചില്ലറ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി നിങ്ങൾ പറയുന്നു CPM-ൽ പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോൾ അതില് അന്തർലീനമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. മഹാഭൂരിപക്ഷമല്ല, ഏതാണ്ട് 100% വരുന്ന CPM സമ്മേളനങ്ങളും ജനാധിപത്യപരമായിട്ട് തന്നെയാണ് നടക്കുന്നത് എന്ന്. ആ സമ്മേളനമാണ് ഇവിടെ താനൂരിലും നടക്കാൻ പോകുന്നത്. ആ താനൂരിലെ സമ്മേളനത്തിൽ മാധ്യമങ്ങളുടെ വിഷയം കൂടി ചർച്ച ചെയ്യുമ്പോൾ അത് കാലികമാണെന്ന് പറയാൻ കഴിയില്ല. ഈ മാധ്യമങ്ങളോട് നമുക്ക് കടക്ക് പുറത്തെന്ന് പറയാൻ കഴിയണം. ഞാനും നിങ്ങളും എൻ്റെ തലമുറ പഠിച്ചൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. എൻ്റെ തലമുറ പഠിച്ചത് വായിച്ചു വളരുക എന്നുള്ളതാണ്. വായിച്ചു വളരുകയിൽ നിന്ന് നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ കീപാഡുകൾ കീഴടക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ക്യാമറ ഉണ്ടല്ലോ, ആ ക്യാമറകൾ തുറന്നു വെക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കീപാഡുകൾ തുറന്നു വെക്കുക, അത് കീഴടക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കേരളത്തിലെ, ഇന്ത്യയിലെ ഏത് മാധ്യമ പ്രവർത്തകനെയും മറികടക്കാനുള്ള മനുഷ്യ വിഭവശേഷി ഇന്ത്യയിലെ, കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട്. കേരളത്തിലെ, ഇന്ത്യയിലെ ഏത് മാധ്യമ സ്ഥാപനത്തെയും അതിജീവിക്കാനുള്ള ശക്തി ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, നമ്മുടെ മാധ്യമങ്ങൾ എന്ന് വെച്ചാൽ, ഞാൻ ഈ പറയുന്ന മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്ത് ഭാഗഭാക്കാണ് കേട്ടോ. ഞാൻ മാറി നിന്നുകൊണ്ടല്ല പറയുന്നത്. ഞാൻ അടക്കമുള്ള മാധ്യമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവും എടുത്തു കളയണമെന്ന് BJP-യുടെ ഏറ്റവും ഉയർന്ന നേതാക്കൾ സുപ്രീം കോടതിയിൽ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടത് നമ്മൾ എപ്പോഴാണ് അറിഞ്ഞത്? വിധിന്യായം വന്നപ്പോ. മാധ്യമങ്ങൾക്ക് ധൈര്യം, അത് BJP-യുടെ നേതാക്കൾ സുപ്രീം കോടതിയിൽ ഉയർത്തി എന്ന് പറയാൻ മാധ്യമങ്ങൾ ഭയപ്പെട്ടു. അതേസമയം കോടതി വിധി വന്നപ്പോ, കോടതി വിധി റിപ്പോർട്ട് ചെയ്യാലോ, ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. കോടതി വിധിയിലൂടെയാണ് വാർത്തയായിട്ട് നമ്മുടെ മുന്നിൽ വന്നത്.
ശേഖർ കുമാർ യാദവ് അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയാണ്. ഈ അലഹബാദ് ഹൈക്കോടതി മുൻകാലങ്ങളിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പശു ഓക്സിജൻ ശ്വസിക്കുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ഏക ജീവിയാണ് എന്ന്. അന്ന് പലരും അയാളെ കളിയാക്കുകയോ അല്ലെങ്കിൽ അയാൾ ഒരു വിഡ്ഢിയാണ് എന്ന് പറയുകയോ ഒക്കെ ചെയ്തു. പക്ഷെ അയാൾ ഇപ്പൊ വീണ്ടും രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. ഭൂരിപക്ഷ തീരുമാന പ്രകാരമാണ് രാജ്യം മുന്നോട്ട് പോകേണ്ടത് എന്ന്. നോക്കൂ, ഒരു ഹൈക്കോടതി ജഡ്ജിക്ക് പിഴവ് പറ്റാം. അയാള് വർഗീയവാദി ആകാം, അല്ലെങ്കിൽ അയാള് ഒരു ഹിന്ദുത്വവാദി ആകാം. അയാളെ പിടിച്ച് പുറത്തു കളഞ്ഞാൽ മതി. പക്ഷെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. അയാൾ പറഞ്ഞത് ശരിയാണ് എന്നും അയാളെ വേട്ടയാടാൻ ശ്രമിക്കുകയാണ് എന്നും പറഞ്ഞത് ഈ ഹൈക്കോടതി നിലനിൽക്കുന്ന ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. അപ്പോ അയാളുടെ വാക്കുകളല്ല പുറത്തു വരുന്നത്. ഇന്ത്യ ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് ഒരു ഹൈക്കോടതി ജഡ്ജി പറയുകയും ആ ഹൈക്കോടതി നിലനിൽക്കുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയാൾ പറയുന്നതാണ് ശരിയെന്നും അയാളെ ഇല്ലായ്മ ചെയ്യാൻ ഇന്ത്യയിലെ പ്രതിപക്ഷം ശ്രമിക്കുകയാണെന്നും ആക്ഷേപം ഉന്നയിക്കുന്നു. ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തോ? നമ്മൾ വാർത്ത കേട്ടിട്ടുണ്ടാവും. അതെപ്പോഴാ കേട്ടത്? സുപ്രീം കോടതി നടപടി വന്നപ്പോ. ഈ വാർത്ത ഇയാൾ പ്രസംഗിച്ച സമയത്ത് റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾ തയ്യാറായിരുന്നില്ല. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ മാധ്യമങ്ങളെയും ഒന്നും പറയുന്നില്ല. ഹിന്ദു അടക്കമുള്ള മാധ്യമങ്ങൾ അത് വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് സുപ്രീം കോടതി അത് സ്വമേധയാ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നും കൊളീജിയം അയാളെ വിളിച്ചു വരുത്തുമെന്നും പറഞ്ഞപ്പോഴാണ് മാധ്യമങ്ങൾ മുമ്പ് പറഞ്ഞ പ്രസ്താവന അടക്കം വെച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നോക്കൂ, രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിൽ മാധ്യമങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ബാബറി മസ്ജിദിന്റെ കാര്യം അറിയാം, നമുക്ക് തുടർച്ചയായത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ കെ സുധാകരൻ പറഞ്ഞതുപോലെ ജാംബവാന്റെ കാലത്ത് നടന്ന വിഷയമായിട്ട് അതിനെ കാണുന്നുമില്ല. 1992 ബാബറി മസ്ജിദ് തകർത്തത് എഗ്രീജിയസ് ക്രൈം, ഏറ്റവും ഹീനമായ കുറ്റകൃത്യം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഞാനല്ല കേട്ടോ, CPM അല്ല, ഇടതുപക്ഷമല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അല്ല. സുപ്രീം കോടതി പറയുന്നു ഖണ്ഡിതമായി എഗ്രീജിയസ് ക്രൈം, ഏറ്റവും ഹീനമായിട്ടുള്ള കുറ്റകൃത്യം. അത് കഴിഞ്ഞ് സുപ്രീം കോടതി അയോധ്യ ഭൂമി എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. അയോധ്യ ഭൂമി, ഈ എഗ്രീജിയസ് ക്രൈം, ഈ ഹീനമായ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളയാൾക്ക്, അയോധ്യയിലെ ആളുകൾക്ക് അയോധ്യയിലെ ഭൂമി വിട്ടുകൊടുക്കുന്നു. ഇതെങ്ങനെയാണ് പരസ്പരം ചേർന്ന് പോകുന്നത്? ഈ ലോജിക്കൊന്നും നമ്മൾ ആലോചിക്കണ്ടേ? 5 ജഡ്ജിമാരുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കണ്ട. ചരിത്രത്തിലെ വസ്തുതകളുണ്ട്. ചരിത്രത്തിന്റെ താളുകളിലേക്കൊന്നും പോകണ്ടോ, വർത്തമാന പത്രങ്ങളുടെ താളുകളിൽ തന്നെ ഉണ്ട് ഇത്. ഈ 5 ജഡ്ജിമാര് നേരെ പോയിരിക്കുന്ന രഞ്ജൻ ഗൊഗോയ് ആണ് ചീഫ് ജസ്റ്റിസ്. രഞ്ജൻ ഗൊഗോയ് എവിടെ ചെന്നിരുന്നു? രാജ്യസഭയിലേക്ക് പോയിരുന്നു. മറ്റൊരു ജഡ്ജ് ഗവർണറായി പോയിരുന്നു ആന്ധ്രാപ്രദേശിൽ. മറ്റൊരു ജഡ്ജ് NCLT-യുടെ തലവന. NCLT എന്ന് പറയുന്നത് ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ വ്യവഹാരം നിയന്ത്രിക്കുന്ന കോടതി. ആ കോടതിയുടെ തലപ്പത്ത് പോയിരുന്നു. ബാക്കി 2 ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസുമാരായി. ഈയിടെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറയാണ്, ഞാൻ പല അഡ്ജുഡിക്കേഷനിലും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് ദൈവമാണ് വിധിന്യായം പറഞ്ഞു തരാറുള്ളത്. DY ചന്ദ്രചൂഡ് ആണ് അയോധ്യ വിധി എഴുതിയത്. ഇപ്പോൾ റിട്ടയർ ചെയ്ത ചീഫ് ജസ്റ്റിസ്. അദ്ദേഹം അയോധ്യ കേസ് എടുത്ത് പറയാണ്. അദ്ദേഹം പറയാണ്, അയോധ്യ കേസിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് വഴി കണ്ടെത്തി തന്നു. സാധാരണഗതിയിൽ എങ്ങനെയാണ് ജഡ്ജിമാര് ഒരു വിധിന്യായം പുറപ്പെടുവിക്കുക എന്ന് വിധിന്യായം വായിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം എങ്ങനെ ഒരു വിധിന്യായത്തിലേക്ക് എത്തണം എന്നത് സംബന്ധിച്ച ഒരു നിഗമനത്തിലാണ് എത്തുക, വിവിധ വിഷയങ്ങൾ പരിശോധിച്ചുകൊണ്ട്. അതിനുശേഷമാണ് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവുക. ഇവിടെ DY ചന്ദ്രചൂഡിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ജഡ്ജ്മെന്റ് കിട്ടി, അദ്ദേഹത്തിന് വിധിന്യായം കിട്ടി. പിന്നെ അതിന്റെ കാരണങ്ങൾ, നിയമപരമായ കാരണങ്ങൾ അദ്ദേഹത്തിന്റെ ജഡ്ജിന്റെ കോട്ടിട്ട് എഴുതി ചേർക്കുക മാത്രമാണ് വേണ്ടി വന്നിട്ടുള്ളത് എന്ന്. നമ്മുടെ നാട്ടിലെ DY ചന്ദ്രചൂഡിനെ പോലുള്ളവർക്ക് യാതൊരു ക്ഷാമവുമില്ല. ഈ നിലയിൽ ചിന്തിക്കുന്നവർക്ക് യാതൊരു ക്ഷാമവുമില്ല. കാരണം എന്താ? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നമ്മളോട് പറയാണ്, എന്റെ അമ്മ മരിക്കുന്നത് വരെ
ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ജൈവശാസ്ത്രപരമായി ഉണ്ടായതാണ് എന്ന് വെച്ചാൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് ഞാൻ വന്നത്, എന്നെ അമ്മ പ്രസവിച്ചതാണ് എന്നാണ് ഞാൻ കരുതിയത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ ദൈവം നേരിട്ട് അയച്ചതാണ്. നോക്കൂ, ഈ 10 വർഷക്കാലം കൊണ്ട് അങ്ങനെ വിശ്വസിപ്പിക്കുന്ന ഒരു ജനതയെ നരേന്ദ്രമോദിയും BJPയും സംഘപരിവാറും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ DY ചന്ദ്രചൂഡിനെ പോലുള്ളവർക്ക് പറയാൻ സാധിക്കും, ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് വിധിന്യായം കിട്ടുന്നത് എന്ന്. നമ്മുടെ സുരേഷ് ഗോപിയെ പോലുള്ളവർക്ക് പറയാൻ കഴിയും, ഇത് മായക്കാഴ്ചയായിരുന്നു എന്ന്. നമ്മൾ ടെലിവിഷനിൽ കണ്ട കാര്യങ്ങൾ, സ്വന്തം പാർട്ടി അധ്യക്ഷൻ തൊട്ടു മുമ്പത്തെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ച കാര്യം പോലും മായക്കാഴ്ചയാണ് എന്ന് സുരേഷ് ഗോപിയെ പോലുള്ളവർക്ക് പറയാൻ കഴിയും ഈ രാജ്യത്ത്. അയോധ്യയോടുകൂടി അവസാനിക്കട്ടെ, പലരും കരുതിയിട്ടുണ്ടാകും, നമ്മളിൽ ചിലരെങ്കിലും വളരെ നിഷ്കളങ്കരായി കരുതിയിട്ടുണ്ടാകും, ഇനി അയോധ്യയിൽ രാമക്ഷേത്രം പണിയാൻ അനുവദിച്ചതുകൂടെ രാജ്യത്ത് വലിയ തോതിൽ സമാധാനം ഉണ്ടാവുകയാണ്. കാരണം 1949 മുതൽ കോൺഗ്രസ് ഉണ്ടാക്കിയ പ്രശ്നമാണല്ലോ ഇത്. 1984 ശിലാന്യാസം അനുവദിച്ചതോടുകൂടി അത് ഗുരുതരമായല്ലോ. കോൺഗ്രസ് ഭരണകാലഘട്ടത്തിലെ ബാബറി മസ്ജിദ് തകർന്നപ്പോ കോൺഗ്രസ് സർക്കാർ നോക്കി നിന്നതുകൊണ്ടാണല്ലോ പ്രശ്നം പറ്റിയത്. അതുകൊണ്ട് ഇനിയെങ്കിലും സമാധാനം ഉണ്ടാവുമെങ്കിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ചിലപ്പോൾ നിഷ്കളങ്കരായ ആളുകൾ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അവരുടെ നിഷ്കളങ്കത ഇപ്പൊ ഇവിടെ പോയി. 10ഓളം ബാബറി മസ്ജിദുകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഭാലില് 5 ചെറുപ്പക്കാരെ വെടിവെച്ചു കൊന്നു. പോലീസ് പറയുന്നത് ഞങ്ങളല്ല വെടിവെച്ചത്. നമ്മുടെ നാട്ടിലൊക്കെ ലോകത്തെല്ലായിടത്തും പോലീസ് വെടിവെപ്പ് ഉണ്ടാകാറുണ്ട്. ഉത്തർപ്രദേശിലെ പോലീസ് വെടിവെച്ച ആളുകളെ കൊന്നാലേ പോലീസ് അവകാശപ്പെടുകയാണ് ഞങ്ങളല്ല വെടിവെച്ച് കൊന്നത്, ഇത് പ്രകടനക്കാര് സ്വമേധ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചതാണെന്നാ പറയുന്നത്. പോട്ടെ, എങ്ങനെയുണ്ടായി? DY ചന്ദ്രചൂഡ് പറയാണ് 1991 നിയമം, ഞാൻ അതിന്റെയും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കുറെ പറയാനുണ്ടാവും. 1991 പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട്, അത് നിലവിലുള്ള ക്ഷേത്രങ്ങൾക്ക്, നിലവിലുള്ള ദേവാലയങ്ങൾക്ക് ബാധകമാകില്ല എന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 10ഓളം പള്ളികൾക്ക് അടിയിലേക്ക് ക്യാമറ പോകുന്ന അവസ്ഥ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ക്യാമറ പോയിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. കാരണം ബാബറി മസ്ജിദിന്റെ അടിയിലും ഇതേ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ക്യാമറ പോയതാണ്. ആർക്കിയോളജിക്കൽ സർവേ ഖണ്ഡിതമായി കണ്ടിട്ടില്ല. ബാബറി മസ്ജിദിന്റെ താഴെ ഒരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന്. ബാബറി മസ്ജിദിന്റെ താഴെ ഉണ്ടായിട്ടുള്ള സ്ട്രക്ചർ ജൈനമതത്തിൻ്റെതാകാം, ബുദ്ധമതത്തിൻ്റെതാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കെട്ടിടത്തിൻ്റെതാകാം, അല്ലെങ്കിൽ ബാബറി മസ്ജിദ് എന്ന ആ പള്ളിയുടെ തന്നെ ഭാഗമാകാം. സുപ്രീം കോടതി കണ്ണടച്ചു അവിടെ. എനിക്ക് വിമർശിക്കാം സുപ്രീം കോടതിയെ. ഈ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് പിഴവ് പറ്റിയാൽ അത് തെറ്റാണ് എന്ന് പറയാൻ നമ്മൾ തയ്യാറാകണം പൗരന്മാർ. അപ്പോ ക്യാമറ ഇനിയിപ്പോ ബാബറി മസ്ജിദിന്റെ അടുത്തേക്ക് പോയി ബാബറി മസ്ജിദിന്റെ അടിയിൽ കണ്ടിട്ടുള്ള സ്ട്രക്ചർ ഹിന്ദു ക്ഷേത്രമാണെന്ന് അനുമാനിക്കാൻ സുപ്രീം കോടതിക്ക് കഴിഞ്ഞുവെങ്കിൽ, ശാസ്ത്ര നിരീക്ഷണങ്ങളെ മറികടന്നുകൊണ്ട് ഹിന്ദു ക്ഷേത്രമാണ് എന്ന് അനുമാനിക്കാൻ സുപ്രീം കോടതിക്ക് കഴിഞ്ഞുവെങ്കിൽ 10ഓളം പള്ളികളിലും സമാനമായ വിധത്തിൽ സാധിക്കുമെങ്കിൽ ഈ രാജ്യത്തെ വികേന്ദ്രീകൃതമായിട്ടുള്ള കലാപങ്ങൾ അഴിച്ചുവിടാനാണ് സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാമക്ഷേത്രം കൊണ്ടൊന്നും ആകുന്നില്ല എന്ന് 2024 കണ്ടതല്ലേ. 2029 തെരഞ്ഞെടുപ്പ് നടത്താൻ BJPക്ക് എന്തായാലും വേണ്ടി വരും. കാരണം കേവല ഭൂരിപക്ഷം ഇല്ല. കേവല ഭൂരിപക്ഷവും 3-2 ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ 2029 തെരഞ്ഞെടുപ്പ് നടത്താതെ കഴിച്ചിലാകാമായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് വേണ്ടി വരുമെന്ന് 240 ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, ഈ കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുക സാധാരണഗതിയിൽ സാമ്പ്രദായിക മാധ്യമങ്ങളിലൂടെയാണ്. പക്ഷേ ഭരണഘടനയിലെ മതേതരത്വത്തെക്കുറിച്ച്, ഭരണഘടനയിലെ സോഷ്യലിസത്തെ കുറിച്ചുള്ള തിരുത്തലുകൾ വേണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലെ BJPയുടെ ഏറ്റവും ഉന്നതരായ നേതാക്കൾ പോയപ്പോ അത് റിപ്പോർട്ട് ചെയ്യാൻ ഭയപ്പെട്ട മാധ്യമങ്ങൾ പിന്നീട് കോടതി വാർത്തയായി മാറിയപ്പോഴാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. ശേഖർ കുമാർ യാദവ് ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് രാജ്യം ഭരിക്കപ്പെടേണ്ടത് എന്ന് പറഞ്ഞപ്പോ ആ കോടതിയിൽ നിലനിൽക്കുന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അത് ശരിയാണെന്ന് പറഞ്ഞപ്പോ മാധ്യമങ്ങൾ ഭയപ്പെട്ടു. പിന്നീട് സുപ്രീം കോടതി നടപടിയെടുത്തപ്പോ മാധ്യമങ്ങൾ അത് നടപടി വാർത്തയാക്കി റിപ്പോർട്ട് ചെയ്തു. നോക്കൂ, ഇത്
വളരെ ലളിതമായിട്ടാണ് കാര്യങ്ങൾ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കുടത്തിലെ തവള. ഒരു കുടത്തിൽ തവളയെ പിടിച്ചിട്ട് നമ്മൾ ആ കുടം ചൂടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ആ കുടം ചൂടായിക്കൊണ്ടിരിക്കും. തവള അറിയില്ല ഞാൻ വെന്ത് ചാവാൻ പോവുകയാണ്. പക്ഷെ ഒരു തിളച്ച വെള്ളത്തിലേക്ക് തവളയെ ഇട്ടാലുണ്ടല്ലോ, ആ തവള പുറത്തേക്ക് ചാടാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ചാടും. നമ്മളെ ഇപ്പോ പതുക്കെ പതുക്കെ നമ്മളെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല പല കാര്യങ്ങളും. 2002 ഗുജറാത്ത് കലാപം നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ സംസ്ഥാനം രണ്ടായി വിഭജിക്കപ്പെടുന്നത്. ഇപ്പോ ഒരു വ്യക്തത കുറവ് നമുക്ക് വേണ്ട. മണിപ്പൂരിൽ എന്താണോ ഇന്ന് സംഭവിക്കുന്നത് അത് തന്നെയായിരുന്നു 2002 ഗുജറാത്ത് കലാപ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ളത്. 1998 BJPയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ട് ആരെത്തുന്നു? നരേന്ദ്രമോദി എത്തുന്നു. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ BJP ആഫീസിൽ BJP ബീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് എല്ലാ ദിവസവും കാണുന്ന ആളാണ് നരേന്ദ്രമോദി. കാരണം വാർത്താ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്, ഡെയിലി ബ്രീഫിംഗ് ഉണ്ടല്ലോ, നിത്യേനയുള്ള വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടല്ലോ, ആ നിത്യേനയുള്ള വാർത്താ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കേണ്ട ആളാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും കാണുകയും വർത്തമാനം പറയാൻ കഴിയുന്ന ആളാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. നമ്മൾ BJP ആഫീസിലേക്ക് പോകുമ്പോൾ നരേന്ദ്രമോദിയെ ലാളിച്ചുകൊണ്ടാണ് അകത്തേക്ക് പോവുക. ഒരു ഘട്ടത്തില് ഗുജറാത്തിലെ കച്ച് ഭൂകമ്പം ഉണ്ടാകുന്നു. ഗുജറാത്ത് തകരുന്നു. ഗുജറാത്തിലെ കച്ച് ഭൂകമ്പത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല, ദുരിതാശ്വാസ പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല, പുനരധിവാസ പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല. ആ കാലഘട്ടത്തിൽ രാജ്യത്ത് ആകെ കുറച്ച് BJP ഭരണകൂട BJP സർക്കാരുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഗുജറാത്ത്. അന്ന് BJPയുടെ തലപ്പത്തുണ്ടായിരുന്ന LK അദ്വാനിയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഗുജറാത്തും നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. ആ സമയത്ത് കേശുഭായ് പട്ടേലിനെ LK അദ്വാനി വലിച്ചു താഴെ ഇറക്കുന്നു. എന്നിട്ട് ഗുജറാത്തുകാരനായിട്ടുള്ള നരേന്ദ്രമോദിയോട് പ്രത്യേക വിമാനത്തിൽ അങ്ങോട്ടേക്ക് അയച്ച് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ പറയുന്നു. ഒരു വർഷം നരേന്ദ്രമോദി ഭരിക്കുന്നു. കേശുഭായ് പട്ടേലിന് ചെയ്യാൻ കഴിയുന്നതിലപ്പുറത്തേക്കൊന്നും തനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് നരേന്ദ്രമോദി മനസ്സിലാക്കുന്നു. അതേ തുടർന്ന് ഗോധ്ര ഉണ്ടാകുന്നു, ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നു. ഗുജറാത്ത് കലാപത്തെ കുറിച്ചുള്ള നരേന്ദ്രമോദിക്കെതിരെ അമിത്ഷായ്ക്കെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്താണ്? അവർ കലാപം നടക്കുമ്പോ നോക്കി നിന്നു, ഒരു വിഭാഗത്തെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നത് കണ്ടുകൊണ്ടിരുന്നു. അത് ആ കാലഘട്ടത്തിൽ ആക്ഷേപമായിരുന്നു, വെറും കേസുകളായിരുന്നുവെങ്കിൽ ഇപ്പോ അമിത്ഷാ തന്നെ വ്യക്തമാക്കുന്നു. കണ്ടില്ലേ ഗുജറാത്തില് ഈയിടെ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയിട്ടുള്ള സന്ദീപ് വാര്യർ പ്രസംഗിച്ചു. കശ്മീരിലെ 14,000 എണ്ണത്തിന് ടയർ കഴുത്തിലിട്ടിട്ട് വേവിച്ചു കൊന്നാൽ ഫലമുണ്ടാകും, അതിനുള്ള ഉദാഹരണങ്ങളുണ്ട്, മുൻ അനുഭവങ്ങളുണ്ട് എന്ന്. അത് ഗുജറാത്താണ് ആ മുൻ അനുഭവം. 14,000 എണ്ണത്തിന് ടയറിട്ട് കത്തിക്കുക പോലും. എന്നിട്ട് ടയറിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പഠിച്ചോളുമെന്നാണ്. ഇത് ഈ കേരളത്തിലുള്ള സന്ദീപ് വാര്യരുടെ വായിൽ നിന്നും മാത്രം വന്ന കാര്യമല്ല. ഇത് നേരത്തെ അമിത്ഷായും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് അനുഭവമുണ്ട് എങ്ങനെ ആളുകളെ അടിച്ചു നിർത്തണം, നിലക്ക് നിർത്തണം എന്ന്. ഇന്നിപ്പോ മണിപ്പൂരിൽ കലാപം നടക്കുകയാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് പോലെ അതിശക്തമായിട്ടുള്ള പോരാട്ടം. മിസൈലുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടില് സാമുദായിക അസ്വാസ്ഥ്യം ഉണ്ടാകാറുണ്ടല്ലേ, കലാപം ഉണ്ടാകാറുണ്ടല്ലേ. ആ കലാപം ഉണ്ടാകുമ്പോ എന്താ പറയുക, പരമാവധി നമ്മൾ കത്തിയെടുക്കും, അല്ലെങ്കിൽ നാടൻ ബോംബെറിയും. ഇവിടെ അതല്ല, മിസൈലുകളാണ്. കുക്കി ഭാഗത്ത് നിന്ന് മിസൈലുകള്, മെയ്തൈ ഭാഗത്ത് നിന്ന് മിസൈലുകള്. നോക്കൂ, 1.5 വർഷക്കാലമായി അവിടെ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭരണകൂടം ഈ ബീരേൻ സിംഗ് എന്ന് പറയുന്ന തെമ്മാടി ആ സംസ്ഥാനത്ത് ഇടപെടുന്നില്ല. കാരണം അയാളുടെ വംശത്തിന് വേണ്ടി മാത്രം നിൽക്കുകയാണ്. അയാളെ മാറ്റണം എന്ന് ആ സംസ്ഥാനം മുഴുവൻ, രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ ആവശ്യപ്പെടുന്നു. മാറ്റില്ല. കാരണം എന്താ, ഒരു വംശത്തിന് മേൽ മറ്റൊരു വംശത്തിന്റെ ആധിപത്യമാണ്. ഇപ്പോ അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആള് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വിരമിച്ചതിന് ശേഷം പറയുന്നു, ഇത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സംസ്കാരത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ഗ്രാൻഡ് ഡിസൈൻ ആണോ എന്ന് സംശയമുണ്ട്. ഇതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അവിടുത്തെ ചീഫ് ജസ്റ്റിസ്, ആ സംസ്ഥാനത്തെ ചീഫ് ജസ്റ്റിസ് പറയാണ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സംസ്കാരത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ഗ്രാൻഡ് ഡിസൈൻ ആണോ എന്ന് സംശയമുണ്ടെന്ന്. ഭരണകൂടം ഇടപെടുന്നില്ല, കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ല, സംസ്ഥാന സർക്കാർ ഇടപെടുന്നില്ല. സുപ്രീം കോടതി ഇടപെട്ടു. സുപ്രീം കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചു. ഓരോ കേസിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സുപ്രീം കോടതിയുടെ ഉത്തരവാദിത്തമാണോ? ഭരണകൂടമല്ലേ അത് ചെയ്യേണ്ടത്. സുപ്രീം കോടതി ജുഡീഷ്യൽ മോണിറ്ററിംഗിന് വേണ്ടി ഗീതാ മിത്തൽ കമ്മീഷൻ ഉണ്ടാക്കി.
അത് സാധാരണഗതിയിൽ സാധ്യത. പക്ഷെ ജനങ്ങളെ വിശ്വാസത്തിൽ, ജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസത്തിലെടുക്കുന്നതിന് വേണ്ടി, ജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി ചെയ്ത കാര്യങ്ങൾ, ഇതൊക്കെ ഭരണകൂടങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണ്. എന്നിട്ടോ നമ്മൾ കേട്ടാ വിശ്വസിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തവളയുടെ കാര്യം, ഞാനും നിങ്ങളും തവളയാണ് എന്ന് പറഞ്ഞല്ലോ. നോക്കൂ, ഈ കഴിഞ്ഞ 1.5 വർഷക്കാലം മണിപ്പൂർ കത്തി എരിഞ്ഞിട്ട് എന്റെയോ നിന്റെയോ പ്രധാനമന്ത്രി ആ സംസ്ഥാനത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ എന്തിനാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത്? നിങ്ങൾ ആയുധം താഴെ വെക്കൂ, നിങ്ങൾ സമാധാനം കാക്ഷിക്കൂ, നിങ്ങൾ സമാധാനപരമായി ബാക്കി എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാം എന്ന് പറയാൻ എന്റെ പ്രധാനമന്ത്രി മണിപ്പൂരിൽ കഴിഞ്ഞ 1.5 വർഷക്കാലമായി പോയിട്ടില്ല. 250-ലധികം പേര് സർക്കാർ കണക്കനുസരിച്ച് മാത്രം മരിച്ചു. 60,000 പേർക്ക് നഷ്ടപ്പെട്ടു വീട്. നിരവധി ആളുകൾ പലായനം ചെയ്തു. ഇപ്പൊ ഏതാണ്ട് 1,00,000-ലധികം ആളുകൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. അവിടെ എന്റെയും നിങ്ങളുടെയും പ്രധാനമന്ത്രി ഒരു ദിവസം ആ സംസ്ഥാനത്ത് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ഏത് രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്? അത്ര ഭയാനകമായ അന്തരീക്ഷത്തിലാണ്. നാളെ കേരളത്തിലെ ഈ നിലയിൽ ഒരു വർഗീയ കലാപം ഉണ്ടായി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഈ നിലയിലുള്ള ഒരു വർഗീയ കലാപം ആസൂത്രണം ചെയ്തു എന്ന് വിചാരിക്കുക. നമ്മളെ രക്ഷിക്കാൻ ഒരാളും വരില്ല കേട്ടോ. നമ്മളെ രക്ഷിക്കാൻ ഒരു രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് ഈ കേരളത്തിലെ ഇടതുപക്ഷത്തെ കുറിച്ചല്ല. ഒരാളും ഉണ്ടാവില്ല. നമ്മൾ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും. കാരണം മണിപ്പൂര് ഡൽഹിയിൽ നിന്ന് കേരളത്തെക്കാൾ അടുത്താണ്. ഈ നരേന്ദ്രമോദി നമ്മുടെ തൃശ്ശൂർ, ഇങ്ങേ അറ്റത്തെ കേരളത്തിലുള്ള തൃശ്ശൂർ ജില്ലയിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് താലി എടുത്തു കൊടുക്കാൻ വന്നിട്ടുണ്ട്. അഹമ്മദാബാദിലെ ക്രിക്കറ്റ് ഫൈനൽ നമ്മുടെ കളിക്കാർ തോറ്റപ്പോ അവരുടെ ഡ്രസ്സിംഗ് റൂമിൽ അവരുടെ അനുവാദം ഇല്ലാതെ പോയി അവരെ സാന്ത്വനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മണിപ്പൂരിൽ പോയിട്ടില്ല. ഗുജറാത്തിൽ സംഭവിച്ചു, ഞാൻ നേരിട്ട് കണ്ടതാണത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇപ്പോഴത്തെ ഇന്ത്യ ടുഡേ കൺസൾട്ടിംഗ് എഡിറ്ററായ രാജ്ദീപ് സർദേശായി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഞാനും രാജ്ദീപ് സർദേശായിയൊക്കെ അന്ന് ഒന്നിച്ച് യാത്ര ചെയ്തവരാണ്. ആ പുസ്തകത്തിൽ പറയുന്നു, നരേന്ദ്രമോദി, ഞാൻ പറഞ്ഞല്ലോ 98 മുതൽ നരേന്ദ്രമോദിയെ അടുത്തറിയുന്നവരാണ് നമ്മളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ. ഞങ്ങളെക്കാളും നന്നായിട്ട് അറിയുന്നവരാണ് ഹിന്ദി മാധ്യമ പ്രവർത്തകരും ഇന്ത്യൻ ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തകരും. അവരൊക്കെ നിരന്തരം രാജ്ദീപിന്റെ 2014 പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ സമയത്ത് NDTVയുടെ ചർച്ചയിൽ, സ്റ്റാർ ന്യൂസ് നടത്തിയിട്ടുള്ള NDTVയുടെ ചർച്ചയിൽ BJPയുടെ ഔദ്യോഗിക പ്രതിനിധികളെ കിട്ടാതാകുമ്പോ ഈ സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റായി പെട്ടെന്ന് നരേന്ദ്രമോദിയെ വിളിക്കും. അപ്പൊ നരേന്ദ്രമോദി സ്വന്തമായി ടാക്സി പിടിച്ചിട്ട് ഇവരുടെ സ്റ്റുഡിയോയിലേക്ക് എത്തി ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാന്ന് വെച്ചാൽ വളരെ ഔത്സുക്യമായിരുന്നു ഈ പറയുന്ന ടെലിവിഷൻ ചർച്ചകളിൽ. അങ്ങനെ തന്റെ മുഖം നാട്ടുകാരെ കാണിക്കുന്നതിന് വേണ്ടി അത്രയധികം പരിചയമുള്ള ആളാണ്. നരേന്ദ്രമോദിയുടെ വസതിയിൽ പോയി നരേന്ദ്രമോദിയെ കണ്ട് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടല്ലോ, രാജ്ദീപ് സർദേശായിയെയും സംഘത്തെയും ഒരു കൂട്ടം ഹിന്ദുത്വവാദികള് പിടിച്ചു വെക്കുകയാണ്. പിടിച്ചു വെക്കുമ്പോ അവർ പറയാണ്, ഞാൻ രാജ്ദീപ് സർദേശായി, ഇതാ എന്റെ കൂടെയുള്ളത് ക്യാമറാമാൻ, അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള ക്രൂ ഇവരാണ് എന്ന് പറയാണ്. ഇവരൊക്കെ ഹിന്ദുമത വിശ്വാസികളാണ് പേരിലെങ്കിലും രാജ്ദീപൊക്കെ വിശ്വാസിയാണ്. എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ആളാണ്. ഹിന്ദുമത വിശ്വാസികളാണ്. പക്ഷെ ഇവർക്ക് അതൊന്നും വിഷയമല്ല. അവരോട് പറയുന്നുണ്ട്, നരേന്ദ്രമോദി എന്റെ സുഹൃത്താണ്, ഞങ്ങളിപ്പോ നരേന്ദ്രമോദിയെ കണ്ടിട്ട് വരികയാണ് എന്ന് പറയുമ്പോ പുച്ഛച്ചിരിയാണ് ഈ പറയുന്ന ഹിന്ദുത്വവാദികള്. അവസാനം അവര് ഈ ഹിന്ദുത്വവാദികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുണ്ടഴിച്ച് കാണിച്ചു കൊടുക്കേണ്ടി വന്നു. അവന്റെ ഐഡന്റിറ്റി അവിടെ പ്രശ്നമല്ല, അവന്റെ പേരവിടെ പ്രശ്നമല്ല, അവനൊരു മാധ്യമ പ്രവർത്തകനാണെന്നത് പ്രശ്നമല്ല. പകരം അവന്റെ മുണ്ടിന്റെ ഉള്ളിൽ കാണുന്ന ഒരു സിഗ്നേച്ചർ ഉണ്ട്. ആ സിഗ്നേച്ചർ കാണേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതാണ് ഇന്ത്യ. ആ ഇന്ത്യയാണ് ഇവരെ സൃഷ്ടിച്ചത്. ആ ഘട്ടത്തിലാണ് നമ്മൾ കേൾക്കുന്നത് ടീസ്റ്റ സെതൽവാദിനെ പോലുള്ളവരെ മൊഴികൊടുക്കുന്നത്. ഗർഭിണികളുടെ ഗർഭത്തിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിനെ ത്രിശൂലം ഉപയോഗിച്ച് പുറത്തെടുക്കുന്നു എന്ന്, ത്രിശൂലം കുത്തി പുറത്തെടുക്കുന്നു എന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടിട്ടില്ല. ഇതൊരു മൊഴിയാ. പക്ഷെ മണിപ്പൂരിൽ നമ്മൾ കണ്ടല്ലോ, 3 പെൺകുട്ടികൾ ഓടുന്ന നഗ്നരായിട്ട്. 3 പെൺകുട്ടികൾ ഓടുകയാണ് നഗ്നരായിട്ട്. അവർ മണൽത്തിട്ടയിലൂടെ ഓടുകയാണ്. കുറെ കഴിയുമ്പോൾ വലിയൊരു സംഘം ആളുകൾ, അക്രമികള് മണൽത്തിട്ടയിലേക്ക് വീഴുമ്പോൾ അവരെ കൂട്ടബലാത്സംഗം ചെയ്ത് അവരെ തീ കൊടുത്തു കൊല്ലുന്നു. നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതല്ലേ അത്. ആ ഘട്ടത്തിലാണ് നരേന്ദ്രമോദി, അതുവരെ മൗനം അവലംബിച്ച നരേന്ദ്രമോദി പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന്റെ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കൊണ്ട് ഈ ഒരു അക്രമ സംഭവത്തെ പ്രതികരിച്ച് സംസാരിച്ചത് നമ്മൾ കണ്ടതാണ്.
ഈ രാജ്യം അങ്ങനെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളെ BJPയെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളൂ. ആ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെയുള്ള രാഷ്ട്രീയമായ അജണ്ട തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനാണ് ഈ 10 പള്ളികൾ ഏറ്റെടുത്തിരിക്കുന്നത്. അജ്മീർ ദർഗ നിങ്ങളൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? എല്ലാ പ്രധാനമന്ത്രിമാരും അധികാരത്തിലേറുമ്പോൾ ആദ്യം ചെയ്യുന്നത് അജ്മീർ ദർഗയിലേക്ക് ഒരു ഷാൾ കൊടുത്തയക്കുക എന്നുള്ളതാണ്. മതേതര വിശ്വാസികൾ, അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെ മതേതര വിശ്വാസികളാകെ ഇന്ത്യയിൽ പോകുന്ന ഒരു ദേവാലയമാണ് അജ്മീർ ദർഗ എന്ന് പറയുന്നത്. അവിടെ ഹിന്ദു മുസ്ലിം ഐക്യമുണ്ട്. നമ്മൾ തന്നെ എത്ര സിനിമകളിലാണ്, മലയാള സിനിമകളിലാണ് അജ്മീർ ദൃശ്യവൽക്കരിച്ചിട്ടുള്ളത്. എന്തിനാണ്? മതേതര ഒരു ദേവാലയം എന്നുള്ള നിലയിൽ. ഇന്നിപ്പോ അതിന്റെ അടിയിലേക്കും ഇവന്റെ ക്യാമറ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് എത്രയേ ഉള്ളൂ. നോക്കൂ, ഹിന്ദുത്വം എന്ന് പറയുന്നത് ഇപ്പോ ഈ കാലഘട്ടത്തിൽ പൊട്ടിമുളച്ചതൊന്നുമല്ല. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമുക്കറിയാം, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടം നടക്കുമ്പോൾ തന്നെ ഈ രാജ്യത്തെ ഹിന്ദുത്വ ശക്തികൾ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഐഡന്റിറ്റി പൊളിറ്റിക്സ്, ഹിന്ദുത്വ പൊളിറ്റിക്സ് അത് വിജയം കണ്ടില്ല. കാരണം എന്താ? ആ കാലഘട്ടത്തില് ദേശീയ ധാരക്കൊപ്പമായിരുന്നു ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങള്. ഈ രാജ്യത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി ജീവൻ കൊടുത്ത് യുദ്ധം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കൊപ്പവും സോഷ്യലിസ്റ്റുകൾക്കൊപ്പവും ദേശീയവാദികൾക്കൊപ്പവുമായിരുന്നു ഇന്ത്യൻ ജനത. അതുകൊണ്ട് തന്നെ ഹിന്ദുത്വ ശക്തികൾക്ക് പിന്നീട് നമ്മൾ കാണേണ്ടത്, നമ്മളിപ്പോ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആരാന്നറിയാമോ? ഞാൻ വീണ്ടും തവള പ്രയോഗം എടുത്ത് പ്രയോഗിക്കുകയാണ്. നമ്മളെ ഇപ്പോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കുകയും അതിന്റെ മുന്നണി പോരാളിയെ സ്വാതന്ത്ര്യത്തിന് ശേഷം വെടിവെച്ചു കൊല്ലുകയും ചെയ്ത ആശയധാരയാണ്. സംശയമുണ്ടോ അക്കാര്യത്തിൽ? ആ ആശയധാര എങ്ങനെയാണോ അതിന്റെ ആദ്യത്തെ സർസംഘചാലകുമാരിലൂടെ ഈ രാജ്യം എങ്ങനെ പോകണമെന്ന് നിർദ്ദേശിച്ചത്, അതിലേക്ക് എത്താൻ വേണ്ടി ഒരുപക്ഷെ 70 വർഷം വൈകിയിട്ടുണ്ടാകും. ആ 70 വർഷം വൈകിയ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തുന്നതിന് വേണ്ടി അഹോരാത്രം പോരാടുന്നവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകള്, ഇന്ത്യയിലെ മതേതരവാദികളാകെ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇന്ത്യ ബ്ലോക്ക് രൂപീകരിക്കുന്നതിന് കാരണക്കാരൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം. 2023 കാലഘട്ടത്തിന്റെ തുടക്കത്തില് ആം ആദ്മി പാർട്ടി, ഇടതുപക്ഷത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധു, മതേതര പാർട്ടികളിൽ ഏറ്റവും അടുത്ത ബന്ധു, ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുകയാണ്. നമുക്കൊരു G8 ഉണ്ടാക്കാം BJPക്കെതിരായ പോരാട്ടത്തിൽ. പക്ഷെ കോൺഗ്രസിന്റെ ഈ വിഴുപ്പ് ഭാണ്ഡം നമുക്ക് പറ്റില്ല. അതുകൊണ്ട് കോൺഗ്രസ് ഇല്ലാത്ത, BJP ഇല്ലാത്ത ഒരു മുന്നണി രൂപീകരിക്കാം G8 എന്ന പേരിൽ. പക്ഷേ കണ്ണൂരിൽ ചേർന്ന 23-ാം പാർട്ടി കോൺഗ്രസ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നു, BJPക്കെതിരെ വീഴുന്ന എല്ലാ വോട്ടുകളും പരമാവധി സമാഹരിക്കണം, ഒരൊറ്റ സ്ഥാനാർത്ഥി ഉണ്ടാകണം, ആസ് ഫാർ ആസ് പോസിബിൾ. എവിടെയൊക്കെ സാധ്യമാണോ അവിടെയൊക്കെ ആ തരത്തിലൊരു സഖ്യമുണ്ടാകണം, അല്ലെങ്കിൽ ഒരു ബന്ധമുണ്ടാകണം, ഐക്യമുണ്ടാകണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് പട്നയിൽ യോഗം ചേർന്നത്, ബംഗളൂരുവിൽ യോഗം ചേർന്നത്, മുംബൈയിൽ യോഗം ചേർന്നത്, ന്യൂദില്ലിയിൽ യോഗം ചേർന്നത്. എന്താ സംഭവിച്ചത്? അതിനിടയിൽ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുപ്പ് വരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ 3 സംസ്ഥാനങ്ങളിൽ ആധികാരിക വിജയം നേടിയാൽ ആ സമയത്ത് കോൺഗ്രസിന്റെ നേതൃത്വം വേണ്ട എന്നത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ പ്രാപ്തനാണ്, മമതാ ബാനർജി പ്രാപ്തനാണ്. അങ്ങനെ വ്യത്യസ്ത നേതാക്കളുടെ പേരുകൾ ഉയർന്നു വന്നു. അങ്ങനെ പേരുകൾ ഉയർന്നു വന്നപ്പോൾ കോൺഗ്രസ് ഭയപ്പെട്ടു, തങ്ങളുടെ കയ്യിൽ നിന്ന് അധികാരം ചോർന്നു പോകുമോ എന്ന ആശങ്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. കോൺഗ്രസ് എന്ത് ചെയ്തു? കോൺഗ്രസ് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് വിട്ടുവന്നു. 5 മാസം നഷ്ടപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തില് നിതീഷ് കുമാർ പോയി, ഇപ്പുറത്ത് നിന്ന് ഉത്തർപ്രദേശിൽ നിന്ന് RLD പോയി. യഥാർത്ഥത്തില് കോൺഗ്രസ് ആ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുപ്പിന്റെ 5 മാസക്കാലം ഇതിൽ നിന്ന് വിട്ടുനിന്നില്ലായിരുന്നുവെങ്കിൽ, നിതീഷ് കുമാറിന് കൃത്യമായ റോൾ കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യ ഭരിക്കുമായിരുന്നത് ഇന്ത്യ ബ്ലോക്ക് ആയിരുന്നു. വല്ല സംശയമുണ്ടോ കാര്യത്തില്? ഞാൻ ടെലിവിഷൻ സ്റ്റുഡിയോയില് പല ഘട്ടങ്ങളിൽ എന്റേതായ വിധത്തില് എനിക്ക് കിട്ടുന്ന അറിവുകൾ വെച്ച് ഞാൻ പ്രവചിച്ചിട്ടുള്ളതാണ് 240 മുകളിൽ പോകാൻ ഒരു സാധ്യതയില്ല എന്ന്. കാരണം എന്താ?
ഈ രാജ്യത്ത് എന്താണ് നടക്കുന്നത് എന്ന് സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഈ സമാന്തര മാധ്യമങ്ങളിൽ നിന്നുള്ള വിവരങ്ങളുണ്ട്. ഈ 240 ഒരു 32 സീറ്റുകൾ കൂട്ടിച്ചേർക്കാൻ ഈ നിതീഷ് കുമാറും RLDയും പൊഴിഞ്ഞു പോയിട്ടുള്ള ഇന്ത്യ ബ്ലോക്കിലെ ഘടകകക്ഷികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സാധ്യമാകുമായിരുന്നു. 272 സാധ്യമാവുകയാണെങ്കിൽ BJPയുടെ അന്ത്യം കുറിക്കാൻ 2024 തന്നെ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ കോൺഗ്രസ് സമ്മതിച്ചില്ല. കോൺഗ്രസിന് പരാജയപ്പറ്റി. പോട്ടെ, കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ചില തെറ്റുകൾ പറ്റുമല്ലോ. ചരിത്രത്തിന്റെ പല സന്ധികളിൽ ഇടതുപക്ഷത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടല്ലോ, പറ്റുമായിരിക്കും. അവരനുഭവങ്ങളിൽ നിന്ന് പഠിക്കണ്ടേ? മധ്യപ്രദേശ് ഇപ്പൊ വന്ന തെരഞ്ഞെടുപ്പ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്രയില്, ഹരിയാനയില്, ജമ്മു കശ്മീരില്, ജാർഖണ്ഡില് ആദ്യം തെരഞ്ഞെടുപ്പ് നടന്നു. ജമ്മു കശ്മീരിലും ഹരിയാനയിലും. ജമ്മുവിലെ കോൺഗ്രസ് ആണ് BJPയെ നേരിടേണ്ടത്. ഒരൊറ്റ സീറ്റ് അവിടെ ഇല്ല. ഹരിയാനയില് അവിടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി ആകെ 9 സീറ്റാണ് ചോദിച്ചത്. 4 സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ അവർ നിന്നേനെ. ഇപ്പുറത്തെ സംസ്ഥാനമായിട്ടുള്ള ദില്ലിയിൽ ആം ആദ്മി പാർട്ടി 2 or 3 സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ, പക്ഷെ കൊടുക്കില്ല. 90 സീറ്റും ഞങ്ങൾക്ക് വേണം, കാരണം ഞങ്ങൾ ആധികാരികമായി ജയിക്കാൻ പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ മഹാരാഷ്ട്രയിൽ കൂടുതൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങാൻ കഴിയുള്ളൂ. അമ്പേ പരാജയപ്പെട്ടു. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഭരണവിരുദ്ധ വികാരമുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഹരിയാനയാ. പക്ഷെ കോൺഗ്രസിന് അധികാരത്തിന്റെ ആർത്തി മൂലം ആ സംസ്ഥാനം നഷ്ടപ്പെടുത്തി. ജമ്മുവിൽ ഒരൊറ്റ സീറ്റ് ജയിക്കാൻ കഴിഞ്ഞില്ല. കശ്മീർ താഴ്വരയിലെ നാഷണൽ കോൺഫറൻസിന്റെ പിൻബലത്തോടു കൂടി കുറച്ച് സീറ്റുകൾ കിട്ടി. മഹാരാഷ്ട്രയിലെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഒന്നുകൂടി പഠിക്കാത്തവർ പോയി എടുത്ത് പഠിക്കണം. 5ാം സ്ഥാനത്താണ് കോൺഗ്രസ്. പ്രിയപ്പെട്ടവരെ, 5ാം സ്ഥാനത്താണ് കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ. അതായത് BJP, ശിവസേന, ഷിൻഡെ വിഭാഗം, അത് കഴിഞ്ഞതിന് ശേഷം ശരത് പവാർ NCP, അത് കഴിഞ്ഞതിന് ശേഷം ഉദ്ധവ് ഠാക്കറെയുടെ ശിവസേന കഴിഞ്ഞ 5ാമത്തെ പാർട്ടിയാ. ഞാൻ ഈ ടെലിവിഷൻ ചർച്ചകളൊക്കെ നടത്തുന്ന ഘട്ടത്തില് പല കോൺഗ്രസ്സുകാരും ഇടതുപക്ഷ പാനലിസ്റ്റുകളെ കളിയാക്കാറുണ്ട്. നിങ്ങൾ ആകെ എവിടെയുള്ളത്? ബംഗാൾ പോയില്ലേ, ത്രിപുര പോയില്ലേ? ശരിയാ, ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് ബംഗാളിന്റെ ഭരണം നഷ്ടപ്പെട്ടു, ത്രിപുരയുടെ ഭരണം നഷ്ടപ്പെട്ടു. ഇടതുപക്ഷത്തിന്റെ ശക്തി ദേശീയ തലത്തിൽ കുറഞ്ഞു. കോൺഗ്രസ് എവിടെയാണുള്ളത്? ഏറ്റവും വലിയ സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ഉണ്ടോ? 2ാമത്തെ വലിയ സംസ്ഥാനമായിട്ടുള്ള മഹാരാഷ്ട്രയിൽ ഇപ്പൊ 5ാം സ്ഥാനത്ത് പോയി കഴിഞ്ഞിരിക്കുന്നു. ബീഹാറിലുണ്ടോ? തമിഴ്നാട്ടിലുണ്ടോ? ബംഗാളിലുണ്ടോ? ഒഡീഷയിലുണ്ടോ? ഡൽഹിയിലുണ്ടോ? ആന്ധ്രയിലുണ്ടോ? കോൺഗ്രസ് ഇപ്പോ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ടോ? 7 സംസ്ഥാനങ്ങളിൽ. കോൺഗ്രസ് യഥാർത്ഥത്തില് ഇന്ത്യ ബ്ലോക്കിന് നേതൃത്വം കൊടുക്കുമെന്ന് കരുതിയിരുന്ന, മതേതര ശക്തികളിൽ മുന്നണി പോരാളിയാകുമെന്ന് കരുതിയിരുന്ന കോൺഗ്രസ് സ്വയാഗ്രഥാനർത്ഥം നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് സൂചന. അതുകൊണ്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് സുരക്ഷിതമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ സുരക്ഷിതമായ അവസ്ഥയിൽ നമ്മൾ പിന്നോട്ട് പോവുകയാണ്. എന്താ ഈ ധിക്കാരം, അഹന്ത, അധികാരത്തിനോടുള്ള ആർത്തി. കേരളത്തിലെ കോൺഗ്രസിന് UDF എന്ന് പറയുന്ന ഒരു മുന്നണിയുണ്ട്, നമുക്കറിയാം. ഈ മേഖലയിൽ മാത്രമല്ല, വടക്ക് മലബാറിലാകെ തന്നെ മുസ്ലിം ലീഗാണ് ഈ മുന്നണിയെ നയിക്കുന്നത്. സംശയമൊന്നുമില്ല അക്കാര്യത്തില്. മുസ്ലിം ലീഗാണ് UDFനെ നയിക്കുന്നത്. ശക്തി കൊണ്ട്, സംഘടനാ ബലം കൊണ്ട് മുസ്ലിം ലീഗ് തന്നെയാണ് നയിക്കുന്നത്. ഇന്നിപ്പോ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF എന്ന് പറയുന്ന 1957 EMS സർക്കാരിനെതിരെ 89 ആകുമ്പോഴേക്കും ഒരു വിമോചന സമരം നടന്നിരുന്നു. ഒരു മഴവിൽ സഖ്യം. എന്താ കാരണം? വ്യക്തമായ കാരണമുണ്ട്. കാരണം ഭൂപരിഷ്കരണത്തെ കുറിച്ച് സംസാരിക്കുന്നു, വിദ്യാഭ്യാസ നിയമം കൊണ്ടുവരുന്നു. അങ്ങനെ തങ്ങളുടെ വർഗത്തിനെതിരായിട്ടുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ ബാലറ്റ് പേപ്പറിലൂടെയുള്ള ഒരു സർക്കാരിനെ ഇല്ലായ്മ ചെയ്യുക. എല്ലാവരും ഒന്നിച്ചു കൂടുന്നു. കേന്ദ്ര സർക്കാർ EMS സർക്കാരിനെ പിരിച്ചുവിടുന്നു. അതിനുശേഷം പക്ഷെ നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയം നോക്കിയാൽ നമുക്കറിയാം, പിന്നീട് വന്നിട്ടുള്ള കോൺഗ്രസ്, UDF ഇവയൊക്കെ ആയിരുന്നു LDFനെതിരായി നേരിട്ട് പോരാട്ടം നടത്തിയിരുന്നത്. പക്ഷെ ഇന്നിപ്പോ ഒരു മഹാസഖ്യം ഉണ്ടാവുകയാണ്. LDFനെതിരെ ഒരു മഹാസഖ്യം ഉണ്ടാക്കും. അതിന്റെ ഒരു മാധ്യമ രംഗത്തെ കുറിച്ച് ഞാൻ പറയാം. ഒരു ഭാഗത്ത് അതിതീവ്രമായിട്ടുള്ള ഇസ്ലാമിക വിദ്വേഷം തുപ്പുന്ന മറുനാടൻ മലയാളിയുടെ ഷാജൻ സ്കറിയ, മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ 1 പ്രബോധനം മാധ്യമം, അതിലെ സീതാവൂതുമാര്.
ഇത് രണ്ടിനും ഒരേ വ്യവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വിചിത്രമായ കാര്യം. ഇത് രണ്ടും ഈ മഹാമുന്നണിയുടെ ഭാഗമാണ്. ഒരു ഭാഗത്ത് ഇസ്ലാം വിരോധം തുപ്പുന്നു, മറുഭാഗത്ത് മുസ്ലിം ഫണ്ടമെന്റലിസം, മുസ്ലിം മതമൗലികവാദവും തീവ്ര നിലപാടുകളും. ഒറ്റ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ പോവുകയാണ്. ഒറ്റ കോസിന് വേണ്ടിയാണ് അവർ നിൽക്കുന്നത്. ഒരൊറ്റ കാരണം, UDF-നെ ജയിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് പിണറായി വിജയൻ അവിടെ ചെന്നു. ഞാൻ ആ പ്രചരണ യോഗം കാണാൻ പോയിരുന്നു. പിണറായി വിജയൻ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ ശബ്ദം കരസ്ഥമാക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കരുത്, അതിൽ സാദിഖലി തങ്ങൾക്ക് പങ്കുണ്ട്. സാധാരണഗതിയിൽ KPCC പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞ പാർലമെന്ററി പാർട്ടി നേതാവിന് സ്വാഭാവികമായും ദേഷ്യം വരും. പക്ഷെ സുധാകരനെ കുറിച്ച് പറഞ്ഞ VD സതീശന് ഒരു കുഴപ്പമില്ല. VD സതീശൻ മിണ്ടാണ്ടിരിക്കും. സാദിഖലി തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ വലിയ പ്രക്ഷോഭമായി. VD സതീശൻ വാർത്താ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. സാദിഖലിയെ വിമർശിക്കുകയോ? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിലാണ് സാദിഖലി ശിഹാബ് തങ്ങളെ വിമർശിച്ചത്. എനിക്ക് ഓർമ്മയുണ്ട്, 2004 കാലഘട്ടത്തിലെ ഐസ്ക്രീം പാർലർ വിഷയം. ഞാൻ ഇന്ത്യ വിഷന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. PK കുഞ്ഞാലിക്കുട്ടി അന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം ഒഴിയേണ്ടി വന്നു, വ്യവസായ മന്ത്രി പദം ഒഴിയേണ്ടി വന്നു. ആ ഘട്ടത്തിൽ PK കുഞ്ഞാലിക്കുട്ടിക്ക് പാർട്ടിയുടെ പിന്തുണയില്ല എന്ന് വന്നപ്പോ സമുദായത്തിന്റെ പിന്തുണ എന്ന നിലയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അദ്ദേഹത്തിന്റെ സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു. വലിയ ജനക്കൂട്ടായിരുന്നു, വലിയ ജനക്കൂട്ടം. ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ എഡിറ്റർ എന്നുള്ള നിലയിൽ റിപ്പോർട്ടർമാരോട് ചോദിച്ചു, എങ്ങനെയുണ്ട് PK കുഞ്ഞാലിക്കുട്ടിയുടെ സ്വീകരണം? വലിയ ആൾക്കൂട്ടമാണ്. PK കുഞ്ഞാലിക്കുട്ടിക്ക് വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ വയ്യ, ആളുകളെ എടുത്ത് പൊക്കി സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ്. അത്രക്ക് വലിയ ആൾക്കൂട്ടമാണ്. അന്വേഷിച്ചപ്പോ എന്താ, ഇപ്പോഴത്തെ PFIയുടെ മുൻരൂപമായിട്ടുള്ള NDF ആണ് ആ സ്വീകരണ പരിപാടികൾ. ഇപ്പൊ അന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് ചോദിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നിങ്ങളുടെ പാർട്ടി ഒരുപക്ഷെ പ്രതിസന്ധിയിലായിരിക്കും, പക്ഷെ നിങ്ങൾ മതമൗലികവാദികളുടെ തീവ്രവാദ ശക്തികളുടെ പിന്തുണയോട് കൂടിയിട്ടാണോ ഈ പറയുന്ന സ്വീകരണ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത്? അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടിയും എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ ഇനി പ്രതിസന്ധിയിലാകുമ്പോൾ മാത്രമല്ല, ഞങ്ങൾ ഇനി ഒരുപക്ഷെ ഇല്ലായ്മ ചെയ്യപ്പെടുകയാണെങ്കിൽ തന്നെയും തീവ്രവാദ മതമൗലിക ശക്തികളുമായി ചേർന്നു പോകില്ല എന്ന്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഹൈദരലി ശിഹാബ് തങ്ങളും ആ നിലപാടുകാരായിരുന്നു. അപ്പോ പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ സാദിഖലി തങ്ങൾക്ക് പിഴവ് പറ്റിയാൽ ആ പിഴവ് ചൂണ്ടിക്കാണിക്കാൻ, നിങ്ങൾ വർഗീയ രാഷ്ട്രീയത്തിലേക്ക്, നിങ്ങൾ തീവ്രവാദ രാഷ്ട്രീയത്തിലേക്ക് പോകരുത് എന്ന് പറയാനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്തം CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനുണ്ട്. അത് തന്നെയാണ് A വിജയരാഘവനും കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. വയനാട്ടില് രാഹുൽ ഗാന്ധിക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടരെ ജയമുണ്ടാകുന്നു. വർഗീയതയുടെ വോട്ട് വാങ്ങിയിട്ടാണ്. നിങ്ങൾക്ക് പറയാനാകണം, മുസ്ലിം ലീഗ് പോലും സമീപകാലം വരെ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും വോട്ടുകൾ വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അവരെ തങ്ങളുടെ കാലിന്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകാൻ നാളെ കാരണമായേക്കാവുന്ന ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഒപ്പം കൂട്ടില്ല എന്ന് തീരുമാനിച്ചിരുന്നു. ഇപ്പൊ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അധികാരം മതി. ഈ മഹാമുന്നണിയുടെ ഭാഗത്തേക്ക് അധികാരം കൊണ്ടുവരണം. എന്തിനാണ് ഇങ്ങനെ? പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമ്മൾ കേട്ട വേറൊരു കാര്യമുണ്ട്. സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. നല്ല കാര്യം. BJPയിൽ നിന്ന് ആര് വിട്ട് ഏത് പാർട്ടിയിൽ ചേർന്നാലും അതിനെ സ്വാഗതം ചെയ്യണം. സന്ദീപ് വാര്യരോട് അന്ന് CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ പൊതുവായ രാഷ്ട്രീയ ചർച്ചകളിൽ ആകെ ഉയർന്നു വന്ന ഒരു ചോദ്യം എന്താണെന്നറിയാമോ? സന്ദീപ് വാര്യർ BJP വിട്ടിട്ടുണ്ടാവും, പക്ഷെ സന്ദീപ് വാര്യരെ നമ്മൾ എപ്പോഴും കാണുന്നത് എങ്ങനെയാ? സന്ദീപ് വാര്യരെ നമ്മൾ എപ്പോഴും കാണുന്നത് RSSന്റെ ട്രൗസറിന്റെ ഉള്ളിലാ. സന്ദീപ് വാര്യർ K സുരേന്ദ്രനുമായിട്ടുള്ള തർക്കത്തിൽ BJP വിട്ടു. ശരി, സമ്മതിച്ചു. സ്റ്റേജിൽ ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസ് പോയി. ചോദ്യം വളരെ ലളിതമായിരുന്നു. ചോദ്യം സന്ദീപ് വാര്യർ RSS വിട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. RSS ഞാൻ വിട്ടു എന്ന് സന്ദീപ് വാര്യർക്ക് പറയാൻ ധൈര്യമുണ്ടോ? അല്ലെങ്കിൽ സന്ദീപ് വാര്യരെ കൊണ്ട് അത് പറയിപ്പിക്കാൻ കോൺഗ്രസിനും UDF-നും കഴിയുമോ? തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം സാധാരണഗതിയിൽ മാധ്യമപ്രവർത്തകരായ ഞങ്ങള് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ആവുമ്പോഴേക്കും ഈ നേതാക്കളുടെ മുഖത്തേക്ക് മൈക്ക് കുത്തിപ്പിടിക്കും. എന്തിനാണെന്നറിയാമോ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കിട്ടാൻ വേണ്ടി. കാരണം തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങളിൽ എന്ത് കിട്ടിയാലും അത് വലിയ ലാഭമാണ്.
സന്ദീപ് വാര്യരുടെ മുമ്പിലേക്ക് മൈക്ക് വെച്ചപ്പോ ഒരു ചോദ്യമില്ലാതെ സന്ദീപ് വാര്യർ പറയാണ് ിന് വേണ്ടി എന്ന്. ഒരു ചോദ്യമില്ല. സന്ദീപ് വാര്യർ സ്വമേധയാ പറയാണ് എന്റെ സ്വത്ത് RSSന്റെ കാര്യാലയം നിർമ്മിക്കുന്നതിന് വേണ്ടി ഞാൻ വിട്ടുകൊടുക്കുകയാണ് എന്ന്. എന്താ അത്? ഡോഗ് വിസിൽ എന്നൊരു സംജ്ഞയുണ്ട്. നായകളെ പരിശീലിപ്പിക്കുമ്പോൾ ഒരു ഡോഗ് വിസിലുണ്ട്. നായകൾക്ക് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ, മനുഷ്യന്മാർക്ക് കേൾക്കാൻ കഴിയില്ല, മറ്റു ജീവികൾക്ക് കേൾക്കാൻ കഴിയില്ല. RSSനോട് സന്ദീപ് വാര്യർ ഈ ഡോഗ് വിസിലൂടെ പറയാണ് സുരേന്ദ്രനുമായിട്ട് ചില്ലറ പ്രശ്നം കൊണ്ട് ഞാൻ BJP വിട്ട് കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട്, പക്ഷെ ആത്യന്തികമായി ഞാൻ എന്റെ സ്വത്തുക്കൾ RSSനാണ് എന്ന്. ഈ UDFന്റെ മഹാമുന്നണി യഥാർത്ഥത്തിൽ തട്ടിക്കൂട്ടുന്നത് ജമാഅത്തെ ഇസ്ലാമി, SDPI, RSS ഇതിന്റെയൊക്കെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ്. 2026 ഭരണമില്ലെങ്കിൽ പിന്നെ നമുക്ക് മുന്നോട്ട് ജീവിതമില്ല എന്ന നിലയിലാണ് പോകുന്നത്. ഈ രാജ്യത്തെ എങ്ങനെയാണോ BJP അതിനനുസരിച്ചുള്ള രാഷ്ട്രീയം നിശ്ചയിച്ചിട്ടുള്ള ആളായിരുന്നു തന്റെ ചാനലിലൂടെ ശ്രീ ശശികുമാർ. BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഉദ്ദേശങ്ങളുണ്ട്. മറ്റു മാത്രങ്ങളെ കുറിച്ച് പറയണ്ട. ഓരോ കാലഘട്ടത്തിലും അവരവരുടേതായ രാഷ്ട്രീയം രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ആരും തന്നെയും എല്ലാവർക്കും സ്വാഭാവികമായിട്ടും വർഗപരമായി ഇടതുപക്ഷത്തോട് CPMനോട് ശത്രുതയുണ്ടാകുമെന്ന കാര്യത്തിൽ എനിക്കും തർക്കമൊന്നുമില്ല. കാരണം ആ പറയുന്ന ഇവരുടെ തീട്ടൂരൊന്നും നോക്കി പോവുകയല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത് എന്ന വ്യക്തിപരമായ അഭിപ്രായം ഉള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ സാമൂഹ്യ മാധ്യമങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങളൊക്കെ ഓരോ ബ്രോഡ്കാസ്റ്ററാണ്, അറിയാമോ? നിങ്ങളൊക്കെ ഓരോ ബ്രോഡ്കാസ്റ്റാണ്. മുമ്പ് 1996 ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനം എനിക്ക് വേണമായിരുന്നു, എനിക്കൊരു മാധ്യമ പ്രവർത്തകനാകാൻ. ഇന്ന് നിങ്ങൾക്കോ എനിക്കോ ഒരു ടെലിവിഷൻ ചാനലിന്റെയും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ, ട്വിറ്റർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ വില എന്ന് പറയുന്നത് 3,74,000 കോടിയാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിന്റെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെയോ ഒന്നും അല്ലെങ്കിൽ വാട്സാപ്പിന്റെയോ ഒന്നും വില നിശ്ചയിക്കാൻ പോലും കഴിയില്ല. അത്രയും വലിയ മാധ്യമ സ്ഥാപനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇവിടെ കിടക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ പറയുന്ന 50-100 കോടിയുടെ മലയാള മനോരമയിലും മാതൃഭൂമിയിലും ഏഷ്യാനെറ്റിലും പോകുന്നത്? നമുക്ക് ഈ മാധ്യമങ്ങൾ ഉപയോഗിച്ചൂടെ? നിങ്ങൾ എന്താ ഉപയോഗിക്കാത്ത? ഞാൻ എന്താ ഉപയോഗിക്കാത്ത? കുഴപ്പം എന്റെയാണ്, നിങ്ങളുടെയാണ്. നമ്മുടെ കയ്യിൽ മാധ്യമങ്ങളുണ്ട്, നമ്മുടെ കയ്യിൽ രാഷ്ട്രീയ വിചാരമുണ്ട്. നമ്മൾ എന്തേ അത് ഉപയോഗിക്കുന്നില്ല? നമ്മളെന്തിന് ഈ വർഗീയതയില്, ഈ ജീർണതയില് ഇങ്ങനെ ആ ജീർണതയ്ക്കൊപ്പം നിൽക്കുന്ന മാധ്യമങ്ങളെ പഴിച്ചുകൊണ്ടേയിരിക്കണം, പരിദേവനം പറഞ്ഞുകൊണ്ടേയിരിക്കണം? ആ പരിദേവനം തെറ്റാണ്. അത് മുന്നോട്ട് കൊണ്ടുപോവുകയല്ല ചെയ്യേണ്ടത്. കോൺഗ്രസിലെ ജീർണതയെ കുറിച്ച് നല്ല ബോധ്യമുണ്ടല്ലോ നിങ്ങൾക്ക്. ഏത് മാധ്യമത്തിൽ നിന്നാണ് ആ ജീർണതയെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട്, ഒരു മാധ്യമവും പറഞ്ഞറിയിച്ചല്ല. തത്സമയം ടെലിവിഷനുകൾ ഇങ്ങനെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. പണ്ട് ഞാൻ പറയുമായിരുന്നു, 1996 ഞങ്ങള് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കൊണ്ടുപോയി ഏഷ്യാനെറ്റിന്റെ ഒരു ക്യാമറ വെച്ചാൽ ഒരു 50 പേര് ചുറ്റും കൂടും. എന്തിനാണെന്നറിയാമോ? ഇവിടെ എന്തോ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ ഈ താനൂരിലെ ഈ ജംഗ്ഷനിൽ കൊണ്ടുവന്നിട്ട് 50 ക്യാമറ വെച്ചാൽ ഒരാളും ഒന്നും നോക്കാൻ പോകുന്നില്ല. കാരണം ചുറ്റും ക്യാമറയാണ്. കേരള അണ്ടർ ക്യാമറ സർവൈലൻസ് എന്നായിരുന്നു. കോൺഗ്രസിലെ ജീർണതയൊക്കെ അങ്ങനെയല്ലേ പുറത്തു വന്നത്? പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സുധാകരൻ മൈക്ക് അങ്ങോട്ട് വലിക്കുന്നു, VD സതീശൻ മൈക്ക് ഇങ്ങോട്ട് വലിക്കുന്നു, അങ്ങോട്ട് വലിക്കുന്നു, ഇങ്ങോട്ട് വലിക്കുന്നു. ഒരു ഘട്ടത്തിൽ VD സതീശൻ എല്ലാ മൈക്കും ഒന്ന് ദൂരെ വലിച്ചെറിഞ്ഞിട്ട് സുധാകരൻ കൊടുത്തിട്ട് എന്നാ പിന്നെ നിങ്ങൾ പറ എന്ന് പറയാണ്. എന്താണെന്നറിയാമോ? പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടി നേതാവും വേറൊരു പാർട്ടി നേതാവും തമ്മിലുള്ള മത്സരം, പാർലമെന്ററി പാർട്ടി നേതാവും KPC പ്രസിഡന്റും തമ്മിലുള്ള മത്സരം. നാണം വേണ്ടോ? അപ്പോൾ സുധാകരനോടൊരു ചോദ്യം, ഒരു മാധ്യമപ്രവർത്തക, ഇംഗ്ലീഷ് മാധ്യമപ്രവർത്തക, സുധാകരന് വയസ്സായല്ലോ പാവം, സുധാകരന് കേട്ടില്ല, ഒരു നീണ്ട ഇംഗ്ലീഷ് ചോദ്യം. സുധാകരൻ ആ ചോദ്യത്തിന്റെ ട്രാൻസ്ലേഷന് വേണ്ടി VD സതീശന്റെ മുഖത്തേക്കൊക്കെ പ്രസിഡന്റിനോടാണ്, പ്രസിഡന്റ് എന്ന് വെച്ചാൽ തർജ്ജമ ചെയ്ത് കൊടുക്കില്ല എന്നാണ്. സ്പർദ്ധയാണെന്നേ, പരസ്പര വിശ്വാസക്കുറവ്, നാണക്കേട്. അടുത്ത ഘട്ടം, സുധാകരൻ ഇങ്ങനെ പത്രസമ്മേളനത്തിന് കാത്തിക്കുന്നു. വനിതാ നേതാക്കളുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും. ക്യാമറ പ്രവർത്തിക്കുന്നു, മൈക്കുണ്ട്. സുധാകരൻ ചോദിക്കുന്നു VD സതീശൻ എവിടെ ചോദിക്കുന്നു. VD സതീശൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ VD സതീശൻ വന്നിട്ടില്ല എന്ന് കേൾക്കുന്നു. ഉടനെ സുധാകരൻ കൂട്ടിയ ഒരു പ്രയോഗം. പാർലമെന്ററി പാർട്ടി നേതാവിനെ KPCC പ്രസിഡന്റ് ക്യാമറയ്ക്ക് മുമ്പില്, മൈക്കിന് മുമ്പില് കൂട്ടിയിട്ടാണ്
ഞാൻ റിപ്പോർട്ടറിൽ നിന്ന് ഇറങ്ങിയ കാലം വെറുതെ ഒരു ദിവസം ടെലിവിഷൻ വെച്ചു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ സുധാകരന്റെ വീട്ടിലേക്ക് പാഞ്ഞെത്തുന്നു. സുധാകരന്റെ വീട്ടിലെ കൂടോത്രം. ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഇങ്ങനെയെങ്കിലും നിങ്ങൾ ഇതേക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം. കാരണം ഇതൊരു മാധ്യമവും പറയില്ല. ഞാൻ സമയം എടുക്കുകയാണ്, മറ്റുള്ളവരുടെ സമയം കൂടി ഞാൻ എടുക്കുകയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷെ പറയാതെ പോരുത്. രാജ്മോഹൻ എന്ന് പറയുന്ന ഇന്ത്യൻ ലോക്സഭയുടെ അംഗം, കെ സുധാകരൻ എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് ലോക്സഭാ അംഗത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് കൂടോത്രം ഓരോന്നായി പുറത്തെടുക്കുന്നു. ആദ്യം കൈയുടെ രൂപം പുറത്തെടുക്കുന്നു. കൈയുടെ രൂപം പുറത്തെടുക്കുമ്പോൾ സുധാകരൻ പറയാണ്, അതിനുശേഷം എന്റെ കൈ തളർന്നു പോയി എന്ന് പറയാണ്. കാലിന്റെ രൂപം പുറത്തെടുക്കുമ്പോൾ പറയാണ്, വലത് കാല് മുന്നോട്ട് വെക്കുമ്പോൾ ഇടത് കാല് പിന്നോട്ട് പോകുന്നു, ഇടത് കാല് മുന്നോട്ട് വെക്കുമ്പോൾ വലത് കാല് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു. സുധാകരന്റെ തലയുടെ രൂപം പുറത്തെടുത്തപ്പോൾ സുധാകരൻ പറയാണ്, തല പോകാഞ്ഞത് ഭാഗ്യെന്ന്. ഞാൻ കണ്ണൂരിൽ പറഞ്ഞു, സുധാകര, നീയാണ് ഇതുവരെ പറഞ്ഞത് നിന്റെ തലയെടുക്കാൻ CPM-കാരാണ് നിന്റെ പിന്നിൽ നടക്കുന്നതെന്ന്. നിന്റെ തലയെടുക്കാൻ നിന്റെ പാർട്ടിക്കാർ തന്നെയാണ് നിന്റെ പിന്നാലെ നടക്കുന്നതെന്ന് നിന്നെ കൊണ്ട് ഈ കൂടോത്രം പറയിപ്പിച്ചു. അതിനുശേഷം പിന്നെ കൂടോത്രത്തിൽ എനിക്ക് വിശ്വാസം വന്നു. എന്നെ കുറിച്ച് നിങ്ങൾ എന്ത് ധരിച്ചാലും വേണ്ടില്ല, സുധാകരനെ കൊണ്ട് പറയിപ്പിച്ചല്ലോ സത്യം. ഈ കൂടോത്രം മുട്ട, ഈ കളറടിച്ച മുട്ടയില്ലേ, ഈ കളറടിച്ച മുട്ട സുധാകരന്റെ കണ്ണൂരിലെ വീട്ടിൽ മാത്രമല്ല, KPCC പ്രസിഡന്റിന്റെ ആഫീസിലെ സുധാകരന്റെ കസേരയുടെ അടിയില് വിമാനം കയറി പോയിരിക്കുന്നു. സുധാകരന്റെ ഡൽഹിയിലെ MP ക്വാർട്ടേഴ്സിലേക്ക്. കസ്റ്റംസുകാർ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? കളറടിച്ചിട്ട് മുട്ട പോന്നോ? അപ്പോ നമ്മൾ വിചാരിക്കും വലിയ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. സുധാകരനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി രാഷ്ട്രീയ പ്രതിയോഗികളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റുകാര് സുധാകരന്റെ വീട്ടിൽ കൊണ്ടുപോയി കൂടോത്രം വെച്ചു. ആർക്കൊരു ആരോപണം പോലും ഇല്ലാട്ടോ, ഒരു സംശയം പോലും ഇല്ലാട്ടോ. അവര് കോൺഗ്രസ്സുകാർ പറയുന്നു CPM-കാരാണ് ചെയ്തതെന്നോ, അല്ലെങ്കിൽ പോട്ടെ BJP-ക്കാർ, അവരാണല്ലോ സകല ഉടായ്പിന്റെ ആളുകൾ. BJP-ക്കാരത് ചെയ്തു എന്ന് പോലുള്ള ആക്ഷേപമില്ല. അപ്പൊ ഒരു മുൻ KPC പ്രസിഡന്റ് VM സുധീരൻ എന്ന് പറയാണ്, എന്റെ വീട്ടിലുണ്ടായിരുന്നു 7-8 പ്രാവശ്യം ഈ കൂടോത്രം. ഇങ്ങനെ കൂടോത്രം ഭരണത്തിലെത്തിയിട്ടില്ല. അപ്പോഴാണ് നേതാവിനെ ഉന്മൂലനം ചെയ്യാൻ കൂടോത്രം നടത്തുന്നത്. ഗതികേടാണ്ടാണ് ഒന്നല്ല. 10 കൊല്ലമായിട്ട് കേന്ദ്രത്തിലല്ല അധികാരം, സംസ്ഥാനത്തില്ല അധികാരം. ദാരിദ്ര്യം വാരിക്കൂട്ടാലോ. മുസ്ലിം ലീഗുകാർ കേൾക്കുന്നുണ്ടാവും ഇവിടെ. പഞ്ചായത്ത് വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, വ്യവസായ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, ഇനിയിപ്പം പുതിയ ഒരു ശക്തിയുടെ പശ്ചാത്തലത്തില് ഉപമുഖ്യമന്ത്രി പദം. കഴിഞ്ഞ കുറെ കാലമായി ഇങ്ങനെ ഓരോ 5 വർഷക്കാലം തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ആ തീറ്റ നിന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയും SDPയും നാളെ തന്റെ കാലിന്റെ അടിയിലെ മണ്ണ് കോരി കൊണ്ടുപോകുന്നവരാണ് അവര് എന്ന് എല്ലാ കാലഘട്ടത്തിലും മുസ്ലിം ലീഗ് പറഞ്ഞ പാർട്ടികള് ഇപ്പൊ മുസ്ലിം ലീഗ് ഒരു ചിറകിനിടയില് SDPയും വേറൊരു ചിറകിനിടയില് ജമാഅത്തെ ഇസ്ലാമിയും കൊണ്ടുപോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇവരെ സഹിക്കാൻ വേണ്ടി, ഈ പറയുന്ന ഇവരുടെ ഭരണത്തിന് അധികാരം പങ്കാളിത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. സാധാരണഗതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലുണ്ടല്ലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികളും മത്സരിക്കും. ഞാൻ SDPയുടെ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയോട് വിളിച്ചു ചോദിച്ചു, നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, PFIയുടെ നിരോധനമുണ്ട്, അതുപോലെ റെയ്ഡുകൾ നടക്കുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. ശരി, സമ്മതിച്ചു. 24 കഴിഞ്ഞതിന് ശേഷം 2 നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഒരു ലോക്സഭാ സീറ്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. 30% മുകളിലുണ്ട് ഈ 3 മണ്ഡലങ്ങളിലും മുസ്ലിം പ്രാതിനിധ്യം. മത്സരിക്കണ്ടേ? എന്തേ മത്സരിക്കാതിരിക്കുന്നത്? അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരാൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ, ഇപ്പോ PFI ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയാണ് SDPI, ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ഇവരൊക്കെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയില്ല, ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയിട്ടില്ല. എന്തിനു മത്സരിക്കാതിരിക്കുന്നത്? അപ്പോ നിങ്ങൾക്ക് പിൽക്കാലത്തിൽ ലഭിക്കാൻ പോകുന്ന സമ്മാനം എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ വർഗീയതയുടെ ചുടലക്കളമാക്കി തരാം എന്ന് UDF വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് എങ്കിൽ അത് ഈ കേരളത്തിൽ നടപ്പാകില്ല. 1925 RSS ഉണ്ടാകുമ്പോ 1934 നമ്മുടെ തലശ്ശേരിയിലേക്ക് ഇവർ വന്നതാണ്. ഈ RSSകാർ ആദ്യത്തെ പ്രചാരകനെ അയച്ചതാ. എന്തിനാണെന്നറിയാമോ? കേരളത്തില് അവര് ശത്രുക്കളായി കാണുന്ന 3 വിഭാഗങ്ങളുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ. ആ 3 വിഭാഗങ്ങൾ, 1 മുസ്ലിങ്ങൾ, 2 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകാര്.
ആ 3 പേരെയും ഒരുമിച്ച് കിട്ടുന്ന സ്ഥലമായിരുന്നു തലശ്ശേരി. പക്ഷേ അവർക്ക് കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. കാരണം ഇടതുപക്ഷത്തിന്റെ സ്വാധീനത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനത്തിലായിരുന്നു കേരളം. വലിയ ശാഖകൾ ഉണ്ടാക്കി. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ശാഖകൾ RSSനുള്ളത്. ശാഖകൾ അവിടെ പ്രവർത്തിക്കും, പക്ഷെ സമൂഹത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല, ആളുകളിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഇപ്പൊ അതിനുള്ള അവസരമാണ്. എന്തുകൊണ്ടാണ്? കാരണം RSSന് വളരണമെങ്കിൽ അപ്പുറത്ത് മറ്റൊരു വർഗീയത വളരണം. ഇവിടെ മുസ്ലിങ്ങളായിക്കൊള്ളട്ടെ, ന്യൂനപക്ഷ വിഭാഗങ്ങളായിട്ടെ സമാധാന പ്രേമികളായിരുന്നു. പക്ഷെ അവരെ വർഗീയവൽക്കരിക്കുകയാണെങ്കിൽ, അവരെ തീവ്രവാദവൽക്കരിക്കുകയാണെങ്കിൽ, അവരെ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ തങ്ങൾക്കും വളരാൻ കഴിയുമെന്ന് RSSകാർ ഇന്ന് കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിശാല UDF മുന്നണിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ RSSും ചേർന്നിരിക്കുന്നു, എല്ലാ മാധ്യമങ്ങളും ചേർന്നിരിക്കുന്നു. അവിടെ മറുനാടൻ മലയാളിയുടെ തീവ്ര ഇസ്ലാം വിദ്വേഷവും ജമാഅത്തെ ഇസ്ലാമിയുടെ മുസ്ലിം മതമൗലികവാദവും തീവ്രവാദവും അവിടെ ഒന്നുചേരുന്നു. അങ്ങനെ ഒരു കേരളത്തെയാണ് നമ്മൾ 2025-26 തെരഞ്ഞെടുപ്പുകളിൽ നിശ്ചയിക്കുന്നതെങ്കിൽ പടച്ച തമ്പുരാന് പോലും നമ്മളെ രക്ഷിക്കാൻ സാധിക്കും. ആ കേരളത്തെ അല്ല. നോക്കൂ, ഈ ജില്ലാ സമ്മേളനത്തോടുകൂടി, സംസ്ഥാന സമ്മേളനത്തോടുകൂടി കേരളം ആര് ഭരിക്കണം, അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ തീരുമാനം എന്തായിരിക്കണം എന്നത് സംബന്ധിച്ച വ്യക്തമായ നിലപാടോടുകൂടിയായിരിക്കും നമ്മുടെ സമ്മേളനങ്ങൾ അവസാനിക്കുക. ഊർജ്ജം, നമുക്കൊക്കെ തെറ്റുപറ്റും, മനുഷ്യന്മാരാണ്, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമ്മുടെയൊക്കെ പെരുമാറ്റത്തിൽ, ആളുകളോടുള്ള ഇടപെടലിലൊക്കെ തന്നെയും ചിലപ്പോൾ പാകപ്പിഴകൾ ഉണ്ടാകും. ആ പാകപ്പിഴകൾ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ 96 മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നതിനേക്കാൾ നെഞ്ചിൽ ചേർത്തു പിടിച്ച മൈക്കിൽ സത്യം പറയുന്നതിലാണ് വിപ്ലവം എന്ന് കരുതിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. ഇന്നിപ്പോ കർഷകന്റെ ചോരപ്പാടുകളുള്ള കാൽപാദങ്ങളില്, മർദ്ദനമേറ്റുവാങ്ങുന്ന തൊഴിലാളികളില്, വനിതകളില്, വിദ്യാർത്ഥികളില്, സമരമുഖത്തുള്ള തൊഴിലാളികളിൽ ആകെയാണ് എന്റെ പ്രതീക്ഷ. അവരിലൂടെയാണ് ഇന്ത്യ മോചനം കാത്തു നിൽക്കുന്നത്, ഈ BJP ഭരണകൂടത്തിൽ നിന്ന്, ഈ വർഗീയതയിൽ നിന്ന്. അവരിലൊരാളായി, കാൽപ്പടയാളിയായി ചേരുക എന്നുള്ളത് മാത്രമാണ് ഈ കാലഘട്ടത്തിൽ എന്നെ പോലുള്ള ഏവർക്കും ഒരേ ഒരു ഉപായം എന്ന് പറയുന്നത്. മുന്നോട്ടുള്ള വഴി അതാണ്. അതുകൊണ്ടാണ് ജനകീയമായി, ജനാധിപത്യപരമായി, മതേതരമായി CPMന്റെ ഈ സമ്മേളനത്തെ നമുക്ക് വലിയ സംഭവമായി, വലിയ പ്രസ്ഥാനമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടത്, വലിയ ചർച്ചാ വിഷയമായി ഉയർത്തിക്കൊണ്ട്. CPMന്റെ സമ്മേളനം ചർച്ചയില്ലല്ലോ, ഒരു മാധ്യമവും ചർച്ചയില്ല. ഒരു മാധ്യമം 2-3 ഇടങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സമ്മതിക്കുന്നു, ഒരു സംശയമില്ല കാര്യത്തില്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ ഞാൻ സാധൂകരിച്ചു പറയുന്നു. ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ 2-3 ഇടങ്ങളിൽ ചെറിയ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കതിന് വേണ്ടിയിട്ടാണ്, ഞാൻ പഠിച്ചു വെച്ച കണക്കാ. എന്താണെന്നറിയോ? ബ്രാഞ്ചുകളുടെ എണ്ണം 38,426, 2444, 210, 14, 1. ഇത്രയും സമ്മേളനങ്ങൾ നടക്കുമ്പോൾ 2-3 ഇടങ്ങളിലെ ചില്ലറ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി നിങ്ങൾ പറയുന്നു CPMൽ പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോൾ അതില് അന്തർലീനമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. മഹാഭൂരിപക്ഷമല്ല, ഏതാണ്ട് 100% വരുന്ന CPM സമ്മേളനങ്ങളും ജനാധിപത്യപരമായിട്ട് തന്നെയാണ് നടക്കുന്നത് എന്ന്. ആ സമ്മേളനമാണ് ഇവിടെ താനൂരിലും നടക്കാൻ പോകുന്നത്. ആ താനൂരിലെ സമ്മേളനത്തിൽ മാധ്യമങ്ങളുടെ വിഷയം കൂടി ചർച്ച ചെയ്യുമ്പോൾ അത് കാലികമാണെന്ന് പറയാൻ കഴിയില്ല. ഈ മാധ്യമങ്ങളോട് നമുക്ക് കടക്ക് പുറത്തെന്ന് പറയാൻ കഴിയണം. ഞാനും നിങ്ങളും, എൻ്റെ തലമുറ പഠിച്ചൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. എൻ്റെ തലമുറ പഠിച്ചത് വായിച്ചു വളരുക എന്നുള്ളതാണ്. വായിച്ചു വളരുകയിൽ നിന്ന് നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ കീപാഡുകൾ കീഴടക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ക്യാമറ ഉണ്ടല്ലോ, ആ ക്യാമറകൾ തുറന്നു വെക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കീപാഡുകൾ തുറന്നു വെക്കുക, അത് കീഴടക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കേരളത്തിലെ, ഇന്ത്യയിലെ ഏത് മാധ്യമ പ്രവർത്തകനെയും മറികടക്കാനുള്ള മനുഷ്യ വിഭവശേഷി ഇന്ത്യയിലെ, കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട്. കേരളത്തിലെ, ഇന്ത്യയിലെ ഏത് മാധ്യമ സ്ഥാപനത്തെയും അതിജീവിക്കാനുള്ള ശക്തി ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ട്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ട്. അത് നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ, ആ ദൗത്യം ഏറ്റെടുക്കുകയാണെങ്കിൽ മാധ്യമങ്ങളോട് ഒരു പരിദേവനുണ്ട്. ഇവന്റെ കള്ളക്കഥ നമുക്ക് പൊളിച്ചെഴുതാൻ സാധിക്കും. അതുകൊണ്ട് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്, CPMന്റെ അടുത്ത വർഷം ഏപ്രിൽ നടക്കുന്ന മധുരയിലെ പാർട്ടി കോൺഗ്രസിന്, 25ാം പാർട്ടി കോൺഗ്രസിന് എന്റെ ഭാവുകങ്ങൾ നേരുന്നതോടൊപ്പം, ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതോടൊപ്പം അഭിവാദ്യങ്ങൾ നേരുന്നു. അതിന്റെ സമാന്തര പരിപാടിയായിട്ടുള്ള മാധ്യമ സെമിനാർ അടക്കമുള്ള പരിപാടികൾ വിജയിപ്പിക്കാൻ എത്തിയിട്ടുള്ള ആബാലവൃദ്ധം ജനങ്ങൾ, പാർട്ടി ബന്ധുക്കൾ, പാർട്ടി സുഹൃത്തുക്കൾ, പാർട്ടി അംഗങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി സഖാവ് MP നികേഷ് കുമാർ. അങ്ങയുടെ ഗഹനമായ ഭാഷണത്തിന്, ആവേശകരമായ പ്രസംഗത്തിന്, താനൂരിന്റെ പൗരാവലിക്ക് വേണ്ടി അങ്ങയുടെ നന്ദി അറിയിക്കുന്നു. ശ്രീ
എം വി നികേഷ് കുമാറിനെ ആദരിക്കുന്നതിന് വേണ്ടി CPI ആയിട്ടുള്ള സഖാവ് ഷെയ്ഖ് മൊയ്തീൻ എന്ന കുട്ടിപ്പയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.